പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. സാ ത്വത്പദപ്രേമപ്രൗഢിരസാർദ്രതാ ഏവ ദ്രുതതരം മേ അസ്തു. ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി കൊണ്ട് ഉണ്ടാകുന്ന മനസ്സിൻ്റെ ലയം സ ഏവ മേ ദ്രുതതരം അസ്തു, അത് തന്നെ എനിക്ക് വേഗത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി രണ്ടാം ദശകം അവസാനിപ്പിച്ചു. ഇനി മൂന്നാം ദശകം ഒന്നാം ശ്ലോകത്തിൽ ശരിയായ ഭാഗ്യവാൻ ആരാണ്, ശരിക്കുള്ള ഭാഗ്യവാൻ ആരാണ് എന്ന് പറയുന്നു. കുറേ ധനം സമ്പാദിച്ച് കൂട്ടിയവരാണോ, കുറേ ധനം സമ്പാദിച്ച് കൂട്ടിയവരാണോ, അതോ ജോലിയിൽ വളരെയധികം ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവരാണോ? അല്ലേ അല്ല എന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ അഭിപ്രായം. പിന്നെ ആരാണ് ഭാഗ്യവാൻ? ശ്ലോകത്തിൽ പറയുന്നു, ഒന്നാം ശ്ലോകത്തിൽ, മൂന്നാം ദശകം ഒന്നാം ശ്ലോകത്തിൽ പറയുന്നു, വരദ, അല്ലയോ വരദാതാവായ ഗുരുവായൂരപ്പ. ആരാണ് ശരിയായ ഭക്തൻ എന്ന് പറയുന്നു? തേ നാമാനി പഠന്ത. ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമങ്ങൾ ജപിച്ച് പ്രമദഭരസിന്ധൗ നിപതിതാഃ, ആനന്ദ സമുദ്രത്തിൽ പതിച്ചവർ. അപ്പോൾ തേ നാമാനി പഠന്ത പ്രമദഭരസിന്ധൗ നിപതിതാഃ എന്ന് പറയുമ്പോൾ, ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമങ്ങൾ ജപിച്ച് ആനന്ദ സമുദ്രത്തിൽ പതിച്ചവർ. പിന്നെ തേ രൂപം സ്മരന്ത. ഗുരുവായൂരപ്പ, അങ്ങയുടെ സുന്ദര വിഗ്രഹം എല്ലായ്പ്പോഴും മനസ്സിൽ സ്മരിക്കുന്നവർ. പിന്നെ പറയണു, ഗുണകഥാഃ കഥയന്ത. തേ ഗുണകഥാഃ കഥയന്ത. അങ്ങയുടെ ഭക്തവാത്സല്യം, സൗന്ദര്യം തുടങ്ങിയ ഗുണങ്ങളെപ്പറ്റി എല്ലായ്പ്പോഴും പ്രകീർത്തിക്കുന്നവർ. പിന്നെയോ, യേ ഭക്താഃ ത്വയി ഖലു രമന്തേ ചരന്ത. യാതൊരു ഭക്തന്മാർ ഗുരുവായൂരപ്പ അങ്ങയിൽ തന്നെ മനസ്സ് ലയിച്ച് ആനന്ദം അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവർ. ഇവരെ സംബന്ധിച്ച് അവർ സമധിഗത സർവാഭിലഷിതാൻ എന്ന് പറയുന്നു. ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവരാണ് എന്നാണ്. സമധിഗത സർവാഭിലഷിതാൻ. ഈ ജീവിതത്തിൽ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ച അമൂൻ പരം അഹം ധന്യാൻ മന്യേ. ഇവരെ മാത്രം ഗുരുവായൂരപ്പ ഞാൻ ഭാഗ്യവാന്മാർ എന്ന് കരുതുന്നു ആണ്. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഇവരെ മാത്രം ഞാൻ
ഭാഗ്യവാന്മാർ എന്ന് കരുതുന്നു. നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം ആഗ്രഹിക്കുന്നു. നിത്യമായ ഒരിക്കലും നശിക്കാത്ത ആനന്ദം അനുഭവിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ പിന്നെ എന്താണ് വേണ്ടത്? അപ്പോൾ ഒന്നും കൂടി പറയുമ്പോൾ, ഹേ വരദ, അല്ലയോ വരദാതാവായ ഗുരുവായൂരപ്പ, ശരിയായ ഭാഗ്യവാൻ, ശരിക്കുള്ള ഭാഗ്യവാൻ ആരാണ് എന്ന് പറയുന്നു. ഹേ വരദ ഗുരുവായൂരപ്പ, തേ നാമാനി പഠന്ത പ്രമദഭരസിന്ധൗ നിപതിതാഹ. ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമങ്ങൾ ജപിച്ച് ജപിച്ച് ആനന്ദ സമുദ്രത്തിൽ പതിച്ചവർ. തേ രൂപം സ്മരന്ത. ഗുരുവായൂരപ്പ, അങ്ങയുടെ സുന്ദര വിഗ്രഹത്തെ എല്ലായ്പ്പോഴും സ്മരിക്കുന്നവർ. പിന്നെ തേ ഗുണകഥാഹ കഥയന്ത. അങ്ങയുടെ ഭക്തവാത്സല്യം, സൗന്ദര്യം തുടങ്ങിയ ഗുണങ്ങളെപ്പറ്റി എല്ലായ്പ്പോഴും പ്രകീർത്തിക്കുക, അങ്ങനെയുള്ളവർ. പിന്നെയോ യേ ഭക്താഹ ത്വയി ഖലു രമന്തേ ചരന്ത. യാതൊരു ഭക്തന്മാരാണോ ഗുരുവായൂരപ്പ അങ്ങയിൽ തന്നെ ലയിച്ച് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവർ. അവരെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവരാണ് എന്ന് പറയുന്നു. ശ്ലോകത്തിൽ പറയുന്നു, സമധിഗത സർവാഭിലഷിതാൻ അമൂൻ പരം അഹം ധന്യാൻ മന്യേ എന്നാണ്. ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഇവരെ മാത്രം ഞാൻ ഭാഗ്യവാന്മാർ എന്ന് കരുതുന്നു എന്നാണ്. അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്നാണ് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം ആഗ്രഹിക്കുന്നു. ആർക്കും പരിപൂർണമായ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്നില്ല, തീർച്ചയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സമധിഗത സർവാഭിലഷിതാൻ ആണ്. ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവർ എന്ന് പറയണു. അപ്പോൾ നിത്യമായ ഒരിക്കലും നശിക്കാത്ത ആനന്ദം എല്ലായ്പ്പോഴും അനുഭവിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ പിന്നെ എന്താണ് വേണ്ടത്? 3-ാം ദശകം 2-ാം ശ്ലോകം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ കുരു ദയാം. ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാനഹം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ആരാണ് ശരിയായ ഭാഗ്യവാന്മാർ എന്ന് കഴിഞ്ഞ ശ്ലോകം പറഞ്ഞു. ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമങ്ങൾ ജപിച്ച് ജപിച്ച് പ്രമദഭരസിന്ധൗ നിപതിതാഹ, ആനന്ദ സമുദ്രത്തിൽ പതിച്ചവർ.
എല്ലായ്പ്പോഴും അങ്ങയുടെ സുന്ദര വിഗ്രഹത്തെ സ്മരിക്കുന്നവർ, അങ്ങയുടെ സൗന്ദര്യം, ഭക്തവാത്സല്യം തുടങ്ങിയ ഗുണങ്ങളെ പറ്റി എല്ലായ്പ്പോഴും പ്രകീർത്തിക്കുന്നവർ, പിന്നെ ഗുരുവായൂരപ്പ അങ്ങയിൽ തന്നെ മനസ്സ് ലയിച്ച് ഒരിക്കലും നശിക്കാത്ത ആനന്ദമനുഭവിച്ച് സഞ്ചരിക്കുന്നവർ, നാരദ മഹർഷിയെ പോലെ ഉള്ളവർ, സമധിഗത സർവാഭിലഷിതാൻ അമൂൻ പരം അഹം ധന്യാൻ മന്യേ. ശ്ലോകത്തിൽ പറഞ്ഞു, ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒന്നും അറിയാതെ എല്ലായ്പ്പോഴും നശിക്കാത്ത ആനന്ദം അനുഭവിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ മറ്റെന്താണ് വേണ്ടത്? ഇനി രണ്ടാമത്തെ ശ്ലോകം വിസ്തരിക്കുമ്പോൾ, ഹേ വിഷ്ണു, സംബോധന, അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ. വിഷ്ണു എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂരപ്പ. ഗതക്ലിഷ്ടം ചിത്തം പറയണം, ആധിവ്യാധികളെ കൊണ്ട് കഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സ്. ഗതക്ലിഷ്ടം ചിത്തം എന്ന് പറയുമ്പോൾ ആധിവ്യാധികൾ കൊണ്ട് വളരെയധികം വിഷമിക്കുന്ന എൻ്റെ മനസ്സ്. തവ ചരണസേവാരസഭരേ അപി അനാസക്തം ഭവതി എന്നാണ്. ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളെ സേവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആനന്ദം അനുഭവിക്കുന്നതിൽ പോലും ആസക്തിയില്ലാതായി ഭവിക്കുന്നു എന്നാണ്. തവ ചരണസേവാരസഭരേ അപി അനാസക്തം ഭവതി. ആധിവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സ്. ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളെ സേവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആനന്ദം അനുഭവിക്കുന്നതിൽ പോലും ആസക്തിയില്ലാത്തതായി ഭവിക്കുന്നു. കഷ്ടം. ഇത് വളരെയധികം കഷ്ടമാണല്ലോ ഗുരുവായൂരപ്പ. ദയാങ്കുരു, അങ്ങ് എന്നിൽ ദയ കാണിക്കണമേ. അപ്പോൾ ദയാം കുരു, അങ്ങ് എന്നിൽ ദയ കാണിക്കണമേ. അങ്ങയുടെ ദയ എന്നിൽ ഉണ്ടാകണേ. അങ്ങയുടെ ദയ ഉണ്ടായാലോ അഹം ഭവത്പാദാംഭോജസ്മരണരസിക പറഞ്ഞു. അങ്ങയുടെ ദയയുണ്ടായാൽ ഞാൻ അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളെ സേവിക്കുന്നതിൽ വളരെയധികം ആസക്തിയുള്ളവനായിട്ട് അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളെ സ്മരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രസം അനുഭവിച്ച്, പിന്നെയോ നാമനിവഹാൻ ഗായം ഗായം, അങ്ങയുടെ നാമങ്ങളെ ഉച്ചത്തിൽ പാടി പാടി. നാമനിവഹാൻ ഗായം ഗായം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമങ്ങളെ ഉച്ചത്തിൽ പാടി പാടി വിജനേ കുഹചന വിവത്സ്യാമി ആണ്. എവിടെയെങ്കിലും ഒരു വിജനമായ സ്ഥലത്ത് താമസിച്ചു കൊള്ളാം.
വിജനേ കുഹചന വിവത്സ്യാമി. എവിടെയെങ്കിലും ഒരു വിജനമായ സ്ഥലത്ത് ഞാൻ താമസിച്ചു കൊള്ളാം ഗുരുവായൂരപ്പ എന്നാണ്. അപ്പോൾ ഹേ വിഷ്ണു, അല്ലയോ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂരപ്പ, ഗതക്ലിഷ്ടം ചിത്തം, ആധിവ്യാധികളെ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സ് തവ ചരണസേവാരസഭരേ അപി അനാസക്തം ഭവതി. അങ്ങയുടെ പാദങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ പോലും അങ്ങയുടെ പാദങ്ങളെ സേവിച്ച് അതുകൊണ്ടുണ്ടാകുന്ന രസം അനുഭവിക്കുക, ആ കാര്യത്തിൽ പോലും അനാസക്തം ഭവതി, ആസക്തിയില്ലാത്തതായി ഭവിക്കുന്നു. കഷ്ടം ബത ഒക്കെ പറയണു. കഷ്ടം ദയാം കുരു, ഗുരുവായൂരപ്പ എന്നിൽ ദയ കാണിക്കണമേ. അങ്ങയുടെ ദയയുണ്ടായാൽ എന്ത് സംഭവിക്കും? അഹം ഭഗവത്പാദാംഭോജസ്മരണരസിക. ഗുരുവായൂരപ്പ അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളെ സ്മരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രസം അനുഭവിച്ച് നാമാനി നാമനിവഹാൻ ഗായം എന്നാണ്. അങ്ങയുടെ നാമങ്ങളെ ഉച്ചത്തിൽ പാടിപ്പാടി വിജനേ കുഹചന വിവത്സ്യാമി. എവിടെയെങ്കിലും ഒരു വിജനമായ സ്ഥലത്ത് താമസിച്ചു കൊള്ളാം ഗുരുവായൂരപ്പ. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാ മദീയക്ലേശൗഘപ്രശമനദശാ നാമ കിയതി ന കേകേ ലോകേസ്മിന്യനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധത്തെ. കൃപാതേ ജാതാ ചേത്. ശ്ലോകത്തിൽ പറയണു, ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യം ഉണ്ടായാൽ ആണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, വിഷ്ണു കുരുദയാം. ഗുരുവായൂരപ്പ എന്നിൽ അങ്ങയുടെ കാരുണ്യം ഉണ്ടാകണേ എന്നാണ്. പിന്നെ മൂന്നാം ശ്ലോകത്തിൽ പറയണു, കൃപാതേ ജാതാ ചേത്. ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യം ഉണ്ടായാൽ കിമിവ നഹി ലഭ്യം തനുഭൃതാം. നമ്മെപ്പോലെ ശരീരം സ്വീകരിച്ച, അതായത് മനുഷ്യന്മാർക്ക് എന്താണ് ലഭിക്കാത്തത് എന്നാണ്. അപ്പോൾ കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം. ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യം ഉണ്ടായാൽ മനുഷ്യന്മാർക്ക് എന്താണ് ലഭിക്കാത്തത്? പിന്നെ പറയണു, മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി. മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി എന്ന് പറയുമ്പോൾ എൻ്റെ ഈ രോഗക്കൂട്ടങ്ങളെ നശിപ്പിക്കുക എന്ന കാര്യം എന്നാണ്. മദീയ ക്ലേശൗഘ പ്രശമനദശ എന്ന് പറയുമ്പോൾ എൻ്റെ ദുഃഖക്കൂട്ടങ്ങളെ നശിപ്പിക്കുക എന്ന കാര്യം അങ്ങയെ സംബന്ധിച്ച് നാമ കിയതി. എത്ര എളുപ്പമാണ് ഗുരുവായൂരപ്പ, എത്ര സിമ്പിളാണ് എന്ന് പറയണു. അപ്പം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി എന്ന് പറയുമ്പോൾ എൻ്റെ
ദുഃഖക്കൂട്ടങ്ങളെ നശിപ്പിക്കുക എന്ന കാര്യം അങ്ങയെ സംബന്ധിച്ച് ഗുരുവായൂരപ്പ എത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, എത്ര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഐ ഭഗവൻ, അല്ലയോ ഗുരുവായൂരപ്പ, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ അസക്താഹ കേ കേ ഭവദ്ഭക്താഹ എന്ന് പറയുന്നു. അസക്താഹ കേ കേ ഭവദ്ഭക്താഹ എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ നശിച്ച, ആസക്തി ഇല്ലാത്തവരായ എന്നാണ്. അസക്താഹ, ആസക്തി ഇല്ലാത്തവരായ അങ്ങയുടെ ഏതേത് ഭക്തന്മാർ എന്നാണ്. അസക്താഹ കേ കേ ഭവദ്ഭക്താഹ എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ നശിച്ച ഗുരുവായൂരപ്പ അങ്ങയുടെ ഏതേത് ഭക്തന്മാർ. കേ കേ ഭക്താഹ എന്ന് പറയുമ്പോൾ ഏതേത് ഭക്തന്മാർ ശോകാഭിരഹിതാഹ മുക്താഹ, ദുഃഖങ്ങൾ മുഴുവൻ തീർന്നവരായി മോക്ഷം ലഭിച്ചവരായി എന്നാണ്. ശോകാഭിരഹിതാഹ മുക്താഹ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ ആസക്തിയില്ലാത്തവരായ അങ്ങയുടെ ഏതേത് ഭക്തന്മാർ ആണ്. അസക്താഹ കേ കേ ഭവദ്ഭക്താഹ എന്നൊക്കെ പറയുമ്പോൾ ആഗ്രഹങ്ങൾ നശിച്ച അങ്ങയുടെ ഏതേത് ഭക്തന്മാരാണ്. ശോകാഭിരഹിതാഹ മുക്താഹ, ദുഃഖങ്ങൾ മുഴുവൻ നശിച്ചവരായി മോക്ഷം പ്രാപിച്ചവരായി സുഖഗതിമ വിദധത്തെ എന്നാണ്. ഒരിക്കലും നശിക്കാത്ത ആനന്ദത്തെ അനുഭവിക്കാതിരിക്കുന്നത്. സുഖഗതിം ന വിദധത്തെ എന്ന് പറയുമ്പോൾ ഒരിക്കലും നശിക്കാത്ത ആനന്ദം, ആ ആനന്ദത്തെ അനുഭവിക്കാതിരിക്കുന്നത് എന്നാണ്. അപ്പോൾ കൃപാതേ ജാതാ ചേത്, ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യം എന്നിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ ഉണ്ടായാൽ എന്നാണ്. കീമിവ നഹി ലഭ്യം തനുഭൃതാം എന്നാണ്. മനുഷ്യന്മാർക്ക് എന്താണ് ലഭിക്കാത്തത്? കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം, അങ്ങയുടെ കാരുണ്യമുണ്ടായാൽ മനുഷ്യന്മാർക്ക് എന്താണ് ലഭിക്കാത്തത്? മദീയ ക്ലേശൗഘപ്രശമനദശാനാമകിയതി, എൻ്റെ ഈ രോഗകൂട്ടങ്ങളെ നശിപ്പിക്കുക എന്ന കാര്യം ഗുരുവായൂരപ്പ അങ്ങയെ സംബന്ധിച്ച് എത്ര സിമ്പിളാണ്, എത്ര എളുപ്പമാണ് ഗുരുവായൂരപ്പ എന്ന് പറയുന്നു. പിന്നെ പറയണു ഐ ഭഗവൻ, സംബോധന, അല്ലയോ ഗുരുവായൂരപ്പ, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ അസക്താഹ, ആസക്തിയെല്ലാം നശിച്ചവർ, ആഗ്രഹങ്ങൾ നശിച്ചവരായ കേ കേ ഭവൽഭക്താഹ, ആഗ്രഹങ്ങൾ നശിച്ച അങ്ങയുടെ ഏതേത് ഭക്തന്മാർ എന്നാണ്. കേ കേ ഭവദ്ഭക്താഹ, ഭക്തന്മാരുടെ സ്ഥിതി എന്താണ്? ശോകാഭിരഹിതാഹ മുക്താഹ എന്നൊക്കെ പറയുന്നു. ദുഃഖങ്ങൾ മുഴുവൻ തീർന്നവരായി മോക്ഷം പ്രാപിച്ചവരായി സുഖഗതിം വിദധത്തെ, നിത്യമായ ഒരിക്കലും നശിക്കാത്ത ആനന്ദത്തെ അനുഭവിക്കാതിരിക്കുന്നത്. സുഖഗതിം വിദധത്തെ എന്ന് പറയുമ്പോൾ നിത്യമായ ആനന്ദത്തെ, ഒരിക്കലും നശിക്കാത്ത ആനന്ദത്തെ അനുഭവിക്കാതിരിക്കുന്നത്. അസ്മിൻ ലോകേ അസക്താഹ, ഈ ലോകത്തിൽ ആഗ്രഹങ്ങൾ മുഴുവൻ നശിച്ച കേ കേ ഭവദ്ഭക്താഹ,
ഏതേത് അങ്ങയുടെ ഭക്തന്മാരാണ് ഗുരുവായൂരപ്പ? ശോകാഭിരഹിതാഹ മുക്താഹ, ദുഃഖങ്ങൾ മുഴുവൻ നശിച്ചവരായി, മോക്ഷം പ്രാപിച്ചവരായി, സുഖഗതിം ന വിദധത്തെ, നിത്യമായ ആനന്ദത്തെ അനുഭവിക്കാതിരിക്കുന്നത്. മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ, ഭവത്പാദാംഭോജസ്മരണവിരുജോ നാരദമുഖാഃ ചരന്തീശസ്വൈരം സതതപരിനിർഭാതപരചിത് സദാനന്ദദ്വൈതപ്രസരപരിമഗ്നാഃ കിമപരം. മൂന്നാം ദശകം 4-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ, ഹേ ഈശ, അല്ലയോ സർവലോകനാഥനായ ഗുരുവായൂരപ്പ, ജഗതി രൂഢാഹ നാരദമുഖാഹ മുനിപ്രൗഢാഹ എന്ന് പറയുന്നു ശ്ലോകത്തിൽ. അതായത്, അല്ലയോ ഗുരുവായൂരപ്പ, ലോകത്തിൽ വളരെ പ്രസിദ്ധന്മാരായ നാരദ മഹർഷിയെ പോലെയുള്ള മുനിശ്രേഷ്ഠന്മാർ എന്നാണ്. രൂഢാഹ നാരദമുഖാഹ മുനിപ്രൗഢാഹ എന്ന് പറയുമ്പോൾ, ജഗതി ലോകത്തിൽ പ്രസിദ്ധന്മാരായ നാരദ മഹർഷിയെ പോലെയുള്ള മുനിശ്രേഷ്ഠന്മാർ, അവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് പറയണു. ഭവത്പാദാംഭോജസ്മരണവിരുജ എന്നാണ്. ഭവത്പാദാംഭോജസ്മരണവിരുജ എന്ന് പറയുമ്പോൾ, ഗുരുവായൂരപ്പ, അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളെ എല്ലായ്പ്പോഴും സ്മരിക്കുന്നത് കൊണ്ട് എല്ലാ ദുഃഖങ്ങളും തീർന്നവരായി എന്നാണ്. ഭവത്പാദാംഭോജസ്മരണവിരുജ, എല്ലാം ഗുരുവായൂരപ്പനോട് പറയുകയാണ്. ഭവത്പാദാംഭോജ എന്നൊക്കെ പറയുമ്പോൾ, ഗുരുവായൂരപ്പ, അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളെ എല്ലായ്പ്പോഴും സ്മരിക്കുന്നത് കൊണ്ട് എല്ലാവിധ ദുഃഖങ്ങളും നശിച്ചവരായി, ഗൂഢാത്മകതയാ എന്നാണ്, ഉള്ളിൽ മറച്ചു വയ്ക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയവരായി എന്നാണ്. ഗൂഢാത്മകതയ, ഉള്ളിൽ ഗൂഢമാക്കി വയ്ക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയവരായി. ഉള്ളിൽ ആത്മജ്ഞാനം ഉണ്ടാവുമ്പോഴത്തെ അവസ്ഥയാണ് പറയണത്. എന്താണ്? സതത പരിനിർഭാത പരചിൽ സദാനന്ദദ്വൈത പ്രസര പരിമഗ്നാഃ. ഒരുമിച്ച് പറയണത്. സതത പരിനിർഭാത പരചിൽ സദാനന്ദദ്വൈത പ്രസര പരിമഗ്നാഃ എന്ന് പറയുമ്പോൾ, എല്ലായ്പ്പോഴും മനസ്സിൽ പ്രകാശിക്കുന്ന അദ്വൈത ബോധം കൊണ്ടുണ്ടാകുന്ന, അദ്വൈതം എന്ന് പറയുമ്പോൾ ദ്വൈതമില്ല, അതായത് രണ്ടില്ല, എല്ലാം ഒന്നാണ് എന്ന് അറിവുകൊണ്ട് ഉണ്ടാകുന്ന ബ്രഹ്മാനന്ദത്തിൽ മുങ്ങി എന്നാണ്. സതത പരിനിർഭാത പരചിൽ സദാനന്ദദ്വൈത പ്രസര പരിമഗ്നാഃ. ഒരുമിച്ച് ചെല്ലണം. സതത പരിനിർഭാത പരചിൽ സദാനന്ദദ്വൈത പ്രസര പരിമഗ്നാഃ എന്ന് പറയുമ്പോൾ, എല്ലായ്പ്പോഴും മനസ്സിൽ പ്രകാശിക്കുന്ന അദ്വൈത ബോധം കൊണ്ടുണ്ടാകുന്ന, അദ്വൈതം എന്ന് പറയുമ്പോൾ ദ്വൈതമില്ല, രണ്ടില്ല, എല്ലാം ഒന്നാണ് എന്ന അറിവ് കൊണ്ട് ഉണ്ടാകുന്ന ബ്രഹ്മാനന്ദത്തിൽ മുങ്ങി എന്നാണ്. സ്വൈരം ചരന്തി, സ്വൈരമായി എങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു.
സ്വൈരം ചരന്തി എന്ന് പറയുമ്പോൾ സ്വൈരമായി ആനന്ദം, പരമാനന്ദം ഇങ്ങനെ ഉള്ളിൽ അല തല്ലാണ്. അതനുഭവിച്ചുകൊണ്ട് സ്വൈരം ചരന്തി, സ്വൈരമായി സഞ്ചരിക്കുന്നു. അപരം കിം, വേറെന്താണ് വേണ്ടത് എന്നാണ്. അപ്പോൾ ഹേ ഈശ, അല്ലയോ ഗുരുവായൂരപ്പ, ജഗതി രൂഢാഹ നാരദമുഖാഹ മുനിപ്രൗഢാഹ, ലോകത്തിൽ പ്രസിദ്ധന്മാരായ നാരദ മഹർഷിയെ പോലെയുള്ള മുനിശ്രേഷ്ഠന്മാർ ഭവത്പാദാംഭോജസ്മരണ വിരുജ, ഗുരുവായൂരപ്പ അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളെ എല്ലായ്പ്പോഴും സ്മരിക്കുന്നത് കൊണ്ട് എല്ലാവിധ ദുഃഖങ്ങളും തീർന്നവരായി ഗൂഢാത്മകതയാ, മറച്ചുവെക്കപ്പെട്ട, ഉള്ളിൽ മറച്ചുവെക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയവരായി. ഉള്ളിൽ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോഴത്തെ അവസ്ഥയാണ് പറയണത് സതത പരിനിർഭാത പരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്നാഹ എന്ന്. അതായത് എല്ലായ്പ്പോഴും മനസ്സിൽ പ്രകാശിക്കുന്ന അദ്വൈത ബോധം കൊണ്ടുണ്ടാകുന്ന, അദ്വൈതം എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നാണ് എന്നുള്ള അവസ്ഥ, ദ്വൈതമില്ല, രണ്ടില്ല. അപ്പോൾ അദ്വൈത ബോധം കൊണ്ട് ഉണ്ടാകുന്ന, എല്ലാം ഒന്നാണ് എന്നുള്ള അറിവ് കൊണ്ട് ഉണ്ടാകുന്ന ബ്രഹ്മാനന്ദത്തിൽ മുങ്ങി സ്വൈരം ചരന്തി, സ്വൈരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപരം കിം, വേറെ എന്താണ്? ഭവദ്ഭക്തി സ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേദ്വ്യാസ്വസ്യോക്തിസ്തവ ച വചനം നൈകമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. 3-ാം ദശകം 5-ാം ശ്ലോകമാണ് ചൊല്ലിയത്. വിസ്തരിക്കുമ്പോൾ ഗുരുവായൂരപ്പ മമ സ്ഫീത ഭവദ്ഭക്തി ഭവതു എന്നാണ്. ഭവദ്ഭക്തി സ്ഫീത ഭവതു മമ ആണ് ശ്ലോകത്തിൽ. മമ സ്ഫീത ഭവദ്ഭക്തി ഭവതു, ഗുരുവായൂരപ്പ എനിക്ക് വളരെ വർദ്ധിച്ച അങ്ങയിലുള്ള ഭക്തി ഉണ്ടാകുമാറാകണേ എന്നാണ്. മമ സ്ഫീത ഭവദ്ഭക്തി ഭവതു, ഗുരുവായൂരപ്പ എനിക്ക് വളരെ അധികം വർദ്ധിച്ച അങ്ങയിലുള്ള ഭക്തി ഉണ്ടാകുമാറാകണേ. സ ഏവ അശേഷക്ലേശൗഘം പ്രശമയേത്. സ ഏവ അശേഷക്ലേശൗഘം പ്രശമയേത് എന്ന് പറയുമ്പോൾ ആ ഭക്തി തന്നെ എൻ്റെ എല്ലാവിധ ദുഃഖങ്ങളെയും നശിപ്പിക്കും. പ്രശമയേത് എന്ന് പറയുമ്പോൾ നശിപ്പിക്കാം. അപ്പോൾ സ ഏവ അശേഷക്ലേശൗഘം പ്രശമയേത് എന്ന് പറയുമ്പോൾ ആ ഭക്തി തന്നെ എൻ്റെ എല്ലാവിധ ദുഃഖങ്ങളെയും നശിപ്പിക്കും. ഹൃദി സന്ദേഹകണിക ന ഖലു, ഹൃദി സന്ദേഹകണിക ന ഖലു എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ ആ കാര്യത്തിൽ എൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ ഒരു കണിക പോലുമില്ലല്ലോ എന്നാണ്. ഹൃദി സന്ദേഹകണിക ന ഖലു, ഭക്തൻ്റെ ഭഗവാനോടുള്ള സ്വാതന്ത്ര്യം എങ്ങനെ കാണാം നമുക്ക്.
വളരെ വ്യക്തമായി കാണാം. ഹൃദി സന്ദേഹ കണിക ന ഖലു. ഗുരുവായൂരപ്പ, ആ കാര്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ സംശയത്തിൻ്റെ ഒരു കണിക പോലുമില്ല. പിന്നെ പറയണു ന ചേത്. അങ്ങനെ അങ്ങയിലുള്ള ഭക്തി എൻ്റെ ദുഃഖങ്ങളെ നശിപ്പിച്ചില്ല എങ്കിൽ എന്നാണ്. ന ചേത് എന്ന് പറയുമ്പോൾ ചേത് എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങയിലുള്ള ഭക്തി എൻ്റെ ദുഃഖങ്ങളെ നശിപ്പിച്ചില്ല എങ്കിൽ എന്നാണ്. ന ചേത്, അങ്ങയിലുള്ള ഭക്തി എൻ്റെ ദുഃഖങ്ങളെ നശിപ്പിച്ചില്ല എങ്കിൽ വ്യാസസ്യ ഉക്തി തവ വചനം നൈഗമവച ച. അങ്ങനെ എൻ്റെ ദുഃഖങ്ങളെ അങ്ങയിലുള്ള ഭക്തി നശിപ്പിച്ചില്ല എങ്കിൽ മഹാത്മാവായ വ്യാസൻ്റെ വാക്ക്, ഗുരുവായൂരപ്പ അങ്ങയുടെ തന്നെ വാക്ക്, പിന്നെ വേദവാക്കുകൾ. ന ചേത് വ്യാസസ്യ ഉക്തി തവ വചനം നൈഗമവച ച. അങ്ങനെ എൻ്റെ ദുഃഖങ്ങളെ നശിപ്പിച്ചില്ലെങ്കിൽ മഹാത്മാവായ വ്യാസൻ്റെ വാക്ക്, ഗുരുവായൂരപ്പ അങ്ങയുടെ തന്നെ വാക്ക്, പിന്നെ വേദവാക്യങ്ങൾ. ഇതെല്ലാം അഖിലം എന്നാണ്. രഥ്യാപുരുഷവചനപ്രായം മിഥ്യാഭവേത് എന്നാണ്. മഹാത്മാവായ വ്യാസൻ്റെ വാക്ക്, ഗുരുവായൂരപ്പ അങ്ങയുടെ വാക്ക്, വേദവാക്കുകൾ, ഇതെല്ലാം തന്നെ രഥ്യാപുരുഷവചനപ്രായം മിഥ്യാഭവേത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ അങ്ങാടിപ്പിള്ളരുടെ വാക്ക് പോലെ കളവായി തീരില്ലേ ഗുരുവായൂരപ്പ എന്നാണ്. അപ്പോൾ ന ചേത്, അങ്ങയിലുള്ള ഭക്തി എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിച്ചില്ല എങ്കിൽ വ്യാസസ്യ ഉക്തി തവ വചനം നൈഗമവച ച അഖിലം രഥ്യാപുരുഷവചനപ്രായം മിഥ്യാഭവേത് എന്നാണ്. അങ്ങയിലുള്ള ഭക്തി എൻ്റെ ദുഃഖങ്ങളെ നശിപ്പിച്ചില്ലെങ്കിൽ മഹാത്മാവായ വ്യാസൻ്റെ വാക്ക്, ഗുരുവായൂരപ്പ അങ്ങയുടെ തന്നെ വാക്ക്, വേദവാക്കുകൾ, ഇവയെല്ലാം രഥ്യാപുരുഷവചനപ്രായം മിഥ്യാഭവേത് എന്ന് പറയുമ്പോൾ അങ്ങാടിപ്പിള്ളരുടെ വാക്ക് പോലെ കളവായി തീരില്ലേ ഗുരുവായൂരപ്പ. ഭവദ്ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാ കിമപ്യാരൂഢാ ചേദഖിലപരിതാപപ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. 6-ാമത്തെ ശ്ലോകം 3-ാം ദശകം വിസ്തരിക്കുമ്പോൾ താവത് ഭവത് ഭക്തി ത്വദ്ഗുണരസാത് പ്രമുഖ മധുര. ശ്ലോകത്തിൽ പറയുന്നു താവത് ഭവത് ഭക്തി ത്വദ്ഗുണരസാത് പ്രമുഖ മധുര എന്നാണ്. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര എന്ന് പറയുമ്പോൾ താവത് ഭവത് ഭക്തി ത്വദ്ഗുണരസാത് പ്രമുഖ മധുര എന്നുണ്ട്. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര ത്വദ്ഗുണരസാത് എന്നാണ്. അപ്പോൾ താവത് ഭവത് ഭക്തി ത്വദ്ഗുണരസാത് പ്രമുഖ മധുര എന്നാണ്. ഗുരുവായൂരപ്പ അങ്ങയിലുള്ള ഭക്തി,
അങ്ങയുടെ ഗുണങ്ങൾ കാരണം, അതായത് അങ്ങയുടെ സൗന്ദര്യം, ഭക്തവാത്സല്യം തുടങ്ങിയ ഗുണങ്ങൾ കാരണം തുടക്കത്തിൽ തന്നെ നല്ല സുഖമാണ് എന്നാണ്. അതാണ് താവത് ഭവത് ഭക്തി ത്വദ്ഗുണരസാത് പ്രമുഖ മധുര എന്ന് പറയുമ്പോൾ. ഗുരുവായൂരപ്പ ഒന്നാമതായി താവത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങയിലുള്ള ഭക്തി, ഭവത് ഭക്തി, ഗുരുവായൂരപ്പനോട് നേരിട്ട് പറയുകയാണ്. അങ്ങയിലുള്ള ഭക്തി ത്വദ്ഗുണരസാത്, അങ്ങയുടെ സൗന്ദര്യം, ഭക്തവാത്സല്യം തുടങ്ങിയ ഗുണങ്ങളാൽ തുടക്കത്തിൽ തന്നെ നല്ല സുഖമാണ് എന്നാണ്. പ്രമുഖ മധുര എന്നൊക്കെ പറയുമ്പോൾ അങ്ങയിലുള്ള ഭക്തി, ഗുരുവായൂരപ്പ അങ്ങയുടെ സൗന്ദര്യം, ഭക്തവാത്സല്യം തുടങ്ങിയ ഗുണങ്ങൾ കാരണം തുടക്കത്തിൽ തന്നെ നല്ല സുഖമാണ്. പിന്നെ പറയണു കിമപ്യാരൂഢാചേത് എന്നാണ്. കിമപി ആരൂഢാചേത് എന്നാണ്. തുടക്കത്തിൽ തന്നെ ഭക്തി നല്ല സുഖമാണ്. പിന്നെ അത് കുറച്ചും കൂടി അത് ഉയർന്നാൽ, ആ ഭക്തി കുറച്ചും കൂടി ഇങ്ങോട്ട് അധികമായാലോ അഖില പരിതാപ പ്രശമനി എന്നാണ്. എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ കിമപി ആരൂഢാചേത് അഖില പരിതാപ പ്രശമനി. ആ ഭക്തി കുറച്ചൊന്ന് ഉയർന്നാൽ, അതായത് ഭക്തി കുറച്ചും കൂടി വർദ്ധിച്ചാൽ എല്ലാവിധ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നു. കിമപി ആരൂഢാചേത് അഖില പരിതാപ പ്രശമനി. ഭക്തി കുറച്ചൊന്നുയർന്നാൽ, ഗുരുവായൂരപ്പ അങ്ങയിലുള്ള ഭക്തി കുറച്ചും കൂടി അധികമായാലോ എല്ലാവിധ ദുഃഖങ്ങളെയും ഭക്തി നശിപ്പിക്കുന്നു. പുനശ്ചാന്തേ ഒരു ശ്ലോകത്തിൽ പദം മുറിക്കുമ്പോൾ പുനഃച അന്തേ എന്നാണ്. പുനശ്ചാന്തേ, പുനഃച അന്തേ, അതായത് വീണ്ടും എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഭക്തിയുടെ ആധിക്യം കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ശ്ലോകത്തിൽ പറയുന്നു. എന്താണ്? ഭക്തി ഭക്തനെ എവിടെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്ന് ശ്ലോകം പറയുന്നു. എന്താണ്? അന്തേ, അവസാനം. എന്ത് സംഭവിക്കുന്നു? സ്വാന്തേ എന്ന് പറയുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ, സ്വന്തം അന്തഃകരണത്തിൽ. വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി എന്നാണ്. അപ്പോൾ അന്തേ സ്വാന്തേ, അവസാനം സ്വന്തം ഹൃദയത്തിൽ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ അന്ധകരണത്തിൽ നിർമ്മലമായ ജ്ഞാനത്തിൻ്റെ പ്രകാശത്താൽ അദ്വൈതഭാവം ഉണ്ടാകുന്നു. അതായത് എല്ലാം ഒന്നാണ് എന്ന അവസ്ഥയിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നു. ഭക്തി വർദ്ധിച്ച് വർദ്ധിച്ച് എല്ലാം ഒന്നാണ്, അദ്വൈതഭാവം നമ്മളിൽ ഉണ്ടാക്കുന്നു, അദ്വൈതഭാവത്തെ ഉണ്ടാക്കുന്നു. അതായത് മോക്ഷത്തെ തന്നെ ദിശതി എന്നാണ്. മോക്ഷത്തെ തന്നെ നമുക്ക് നൽകുന്നു. മോക്ഷം എന്ന് പറയുമ്പോൾ ഒരിക്കലും നശിക്കാത്ത ബ്രഹ്മാനന്ദത്തെ നൽകുന്നു. ഭക്തി വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മൾ എവിടെ എത്തണം എന്നാണ്. അദ്വൈതഭാവത്തെ ഉണ്ടാക്കുന്നു, അതായത് മോക്ഷത്തെ നൽകുന്നു. ഒരിക്കലും നശിക്കാത്ത ബ്രഹ്മാനന്ദത്തെ
നൽകുന്നു. ഒരിക്കലും നശിക്കാത്ത പരമാനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പറയണു അത അപരം കിം പ്രാർത്ഥ്യം എന്നാണ്. ഇതിലധികം എന്താണ് പ്രാർത്ഥിക്കപ്പെടേണ്ടത് എന്നാണ്. അതായത് ഇതിലധികം എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്? അത അപരം കിം പ്രാർത്ഥ്യം എന്നാണ് ശ്ലോകത്തിൽ പറയുന്നു. ഇതിലധികം എന്താണ് പ്രാർത്ഥിക്കപ്പെടേണ്ടത്? അതായത് ഇതിലധികം നമുക്ക് എന്താ പ്രാർത്ഥിക്കാനുള്ളത് എന്നാണ്. പിന്നെ പറയണു, അതായത് 4-ാം ശ്ലോകത്തിൽ പറഞ്ഞു, നാരദ മഹർഷിയെ പോലെയുള്ള മഹർഷിമാർ ഗൂഢമാക്കി വയ്ക്കപ്പെട്ട ആത്മജ്ഞാനത്തോട് കൂടിയവരായി. നമ്മൾ 4-ാം ശ്ലോകത്തിൽ പഠിച്ചതാണ്. നാരദ മഹർഷിയെ പോലെയുള്ളവർ ഗൂഢമാക്കി വയ്ക്കപ്പെട്ട ആത്മജ്ഞാനത്തോട് കൂടിയവരായി എല്ലായ്പ്പോഴും പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് സ്വൈരം ചരന്തി, സ്വൈരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ശ്ലോകത്തിൽ പറഞ്ഞു അപരം കിം, ഇതിലധികം എന്താണ് വേണ്ടത്? ഈ ശ്ലോകത്തിൽ പറയുന്നു അത അപരം കിം പ്രാർത്ഥ്യം എന്നാണ്. ഇതിലധികം എന്താണ് പ്രാർത്ഥിക്കപ്പെടേണ്ടത്? ഇതിലധികം നമുക്ക് എന്താണ് പ്രാർത്ഥിക്കാനുള്ളത് എന്നാണ്. അത അപരം കിം പ്രാർത്ഥ്യം, ഇതിലധികം നമുക്ക് എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്? വിധൂയ ക്ലേശന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവൽക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനമഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. 3-ാം ദശകം 7-ാം ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. 6-ാം ശ്ലോകത്തിൽ പറഞ്ഞു, ഗുരുവായൂരപ്പ, അങ്ങയിലുള്ള ഭക്തി അങ്ങയുടെ ഗുണങ്ങൾ കാരണം, അതായത് അങ്ങയുടെ സൗന്ദര്യം, ഭക്തവാത്സല്യം തുടങ്ങിയ ഗുണങ്ങൾ കാരണം തുടക്കത്തിൽ തന്നെ നല്ല സുഖം, പിന്നെ കുറച്ച് വർദ്ധിച്ചാൽ, ഭക്തി കുറച്ചൊന്ന് വർദ്ധിച്ചാൽ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ആ ഭക്തി നശിപ്പിക്കുന്നു. വീണ്ടും ഭക്തി വർദ്ധിച്ചാൽ ഗുരുവായൂരപ്പ, എൻ്റെ ഹൃദയത്തിൽ ജ്ഞാനം ഉണ്ടായി. അതായത് ജ്ഞാനത്തിന് വേണ്ടി പ്രത്യേകം പ്രയത്നിക്കേണ്ട കാര്യമില്ല. ഭക്തിയിലൂടെ അങ്ങോട്ട് പോയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുന്നു. ആ ജ്ഞാനം ഉണ്ടായി അദ്വൈതബോധം നമ്മിൽ ഉണ്ടാകുന്നു. അതായത് എല്ലാം ഒന്നാണ് എന്ന ഭാവം ഉണ്ടായി ഒരിക്കലും നശിക്കാത്ത പരമാനന്ദത്തെ അനുഭവിക്കാൻ ഇടയാകുന്നു. ഭക്തി നമ്മെ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നു. അങ്ങനെ മോക്ഷത്തിലേക്കും നയിക്കുന്നു. 6-ാം ശ്ലോകത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇനി 7-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ, ക്ലേശാൻ വിധൂയ മേ ചരണയുഗ്മം ഭവൽക്ഷേത്രപ്രാപ്തൗ
പ്രാപ്തൗ ധൃതരസം കുരു. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവൽക്ഷേത്രപ്രാപ്തൗ എന്നാണ് ശ്ലോകത്തിൽ. അപ്പോൾ ക്ലേശാൻ വിധൂയ മേ ചരണയുഗ്മം ഭവൽക്ഷേത്രപ്രാപ്തൗ ധൃതരസം കുരു. ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിച്ച് എൻ്റെ 2 കാലുകളെയും അങ്ങയുടെ ക്ഷേത്രത്തിലേക്ക് നടന്നു വരാൻ ആസക്തിയുള്ളതാക്കി തീർക്കണേ എന്നാണ്. ക്ലേശാൻ വിധൂയ മേ ചരണയുഗ്മം ഭവൽക്ഷേത്രപ്രാപ്തൗ ധൃതരസം കുരു എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിച്ച് ഭക്തൻ്റെ, അതായത് ഭട്ടതിരിപ്പാടിൻ്റെ ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുക, ക്ലേശാൻ വിധൂയ എന്ന് പറയുമ്പോൾ. എന്നിട്ട് മേ ചരണയുഗ്മം ഭവൽക്ഷേത്രപ്രാപ്തൗ ധൃതരസം കുരു, എൻ്റെ 2 കാലുകളെയും അങ്ങയുടെ ക്ഷേത്രത്തിൽ നടന്നു വരാൻ ആസക്തിയുള്ളതാക്കി തീർക്കണേ. ധൃതരസം കുരു എന്ന് പറയുമ്പോൾ. പിന്നെ കരമപി തേ പൂജനവിധോ ധൃതരസം കുരു എന്നാണ്. എൻ്റെ കാലുകളെ അങ്ങയുടെ ക്ഷേത്രത്തിലേക്ക് നടന്നു വരാൻ ആസക്തിയുള്ളതാക്കി തീർക്കണേ. പിന്നെ എൻ്റെ 2 കൈകളെ അങ്ങയെ പൂജിക്കുന്ന കാര്യത്തിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ എന്നാണ്. കരമപി തേ പൂജനവിധൗ ധൃതരസം കുരു, എൻ്റെ 2 കൈകളെയും അങ്ങയെ പൂജിക്കുന്ന കാര്യത്തിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ. പിന്നെയോ നയനം ഭവന്മൂർത്തിയാലോകേ ധൃതരസം കുരു, എൻ്റെ കണ്ണുകളെ അങ്ങയുടെ ആ മനോഹര വിഗ്രഹം ഇങ്ങനെ നോക്കിക്കാണുന്നതിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ എന്നാണ്. നയനം ഭവന്മൂർത്തിയാലോകേ എന്ന് പറയുമ്പോൾ എൻ്റെ 2 കണ്ണുകളെ അങ്ങയുടെ ആ സുന്ദര വിഗ്രഹം ഇങ്ങനെ നോക്കിയിരിക്കുക, ആ കാര്യത്തിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ. അതാണ് നയനം ഭവന്മൂർത്തിയാലോകേ. അതിനുശേഷം അഥ എന്ന് പറയുമ്പോൾ അതിനുശേഷം ഘ്രാണം, അതായത് നാസിക. നാസികയെ തേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം പറയണു. എൻ്റെ നാസികയെ അങ്ങയുടെ തൃപ്പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ച, ഭക്തന്മാർ അർപ്പിച്ച തുളസിപ്പൂക്കളെ ഘ്രാണിക്കുന്നതിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ എന്നാണ്. അതാണ് ഘ്രാണം. ഘ്രാണം തേ പാദതുളസി പരിഘ്രാണേ ധൃതരസം കുരു. ഈ ധൃതരസം കുരു എന്ന് എല്ലാറ്റിലേക്കും ബാധകമാണ്. അപ്പോൾ എൻ്റെ നാസികയെ ഗുരുവായൂരപ്പ, ഭക്തന്മാർ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച, ഭക്തന്മാരർപ്പിച്ച തുളസിപ്പൂക്കളെ ഘ്രാണിക്കുന്നതിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ. അതുപോലെ എൻ്റെ 2 കാതുകളെ ഗുരുവായൂരപ്പ അങ്ങയുടെ മനോഹരങ്ങളായ കഥകൾ കേൾക്കുന്നതിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ. അവസാനം പറയണു ശ്രവണമപി തേ ചാരുചരിതേ ധൃതരസം കുരു എന്നാണ്. എൻ്റെ 2 കാതുകളെയും ഗുരുവായൂരപ്പ അങ്ങയുടെ മനോഹരങ്ങളായ കഥകൾ കേൾക്കുന്നതിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ എന്നാണ്. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ ക്ലേശാൻ വിധൂയ മേ ചരണയുഗ്മം ഭവൽക്ഷേത്രപ്രാപ്തൗ ധൃതരസം കുരു. ഗുരുവായൂരപ്പ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിച്ച് എൻ്റെ 2 കാലുകളെ
അങ്ങയുടെ ക്ഷേത്രത്തിലേക്ക് നടന്നു വരാൻ ആസക്തിയുള്ളതാക്കി തീർക്കണേ. കരമപി തേ പൂജനവിധോ ധൃതരസം കുരു. എൻ്റെ 2 കൈകളെ ഗുരുവായൂരപ്പ അങ്ങയെ പൂജിക്കുന്ന കാര്യത്തിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ. നയനം ഭവന്മൂർത്തിയാലോകേ ധൃതരസം കുരു. എൻ്റെ 2 കണ്ണുകളെ അങ്ങയുടെ ആ മനോഹര വിഗ്രഹം അങ്ങനെ നോക്കിയിരിക്കുക. ആ കാര്യത്തിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ. ഘ്രാണം തേ പാദതുളസീ പരിഘ്രാണേ ധൃതരസം കുരു. എൻ്റെ നാസികയെ ഗുരുവായൂരപ്പ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഭക്തന്മാർ അർപ്പിച്ചിട്ടുള്ള തുളസിപ്പൂക്കളെ ഘ്രാണിക്കുന്നതിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ. ശ്രവണമപി തേ ചാരുചരിതേ ധൃതരസം കുരു. ശ്രവണമപി തേ ചാരുചരിതേ ധൃതരസം കുരു. ഗുരുവായൂരപ്പ എൻ്റെ 2 കാതുകളെ അങ്ങയുടെ മനോഹരങ്ങളായ കഥകൾ കേൾക്കുന്നതിൽ ആസക്തിയുള്ളതാക്കി തീർക്കണേ. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദീയാത്. ഉദഞ്ചദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരൂപശമപീഡാപരിഭവാൻ. 3-ാം ദശകം 8-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി എന്ന് പറയുന്ന ശ്ലോകത്തിൽ പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി. വർദ്ധിച്ച ആധിവ്യാധികളെ കൊണ്ട് ബലാത്കാരമായി ചലിപ്പിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ എന്നാണ്. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി. ഗുരുവായൂരപ്പ വർദ്ധിച്ച ആധിവ്യാധികളെ കൊണ്ട് ബലാത്കാരമായി ചലിപ്പിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ. ഭട്ടതിരിപ്പാടിൻ്റെ ഗുരുവായൂരപ്പനോടുള്ള പരാതിയാണ്. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി. ഗുരുവായൂരപ്പ വർദ്ധിച്ച ആധിവ്യാധികളെ കൊണ്ട് ബലാത്കാരമായി ചലിപ്പിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപം ഉദീയാത് എന്ന് പറയുന്ന ശ്ലോകത്തിൽ പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപം ഉദീയാത് എന്ന് പറയുമ്പോൾ അങ്ങയുടെ നാരായണീയം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ സാന്ദ്രാനന്ദാവബോധാത്മകം, അതായത് ഗുരുവായൂരപ്പ അങ്ങയുടെ ആനന്ദസ്വരൂപം, ജ്ഞാനസ്വരൂപം, സാന്ദ്രാനന്ദാവബോധാത്മകം എന്നൊക്കെ പറയുമ്പോൾ ആനന്ദസ്വരൂപം, ജ്ഞാനസ്വരൂപം, ബ്രഹ്മത്തിൻ്റെ വിശേഷണങ്ങൾ നാരായണീയം തുടങ്ങുമ്പോൾ പറഞ്ഞുവല്ലോ. ആ ബ്രഹ്മസ്വരൂപം ഉദിക്കുമാറാകട്ടെ എന്നാണ്. അപ്പോൾ പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപം ഉദീയാത്. ഗുരുവായൂരപ്പ അങ്ങയുടെ ആനന്ദസ്വരൂപം, ജ്ഞാനസ്വരൂപം, അതായത്
ബ്രഹ്മസ്വരൂപം, ബ്രഹ്മത്തിൻ്റെ വിശേഷണങ്ങളാണ് സാന്ദ്രാനന്ദാവബോധാത്മകമൊക്കെ. അപ്പോൾ ആനന്ദസ്വരൂപം, ജ്ഞാനസ്വരൂപം, അങ്ങനെയൊക്കെയുള്ള ആ ബ്രഹ്മസ്വരൂപം ഉദിക്കുമാറാകട്ടെ എന്നാണ്. അപ്പോൾ വർദ്ധിച്ച ആധിവ്യാധികളെ കൊണ്ട് ബലാത്കാരമായി ചലിപ്പിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപം ഉദിയാത്, അങ്ങയുടെ ആനന്ദസ്വരൂപം അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ബ്രഹ്മസ്വരൂപം ഉദിക്കുമാറാകട്ടെ എന്നാണ്. പിന്നെ പറയണു ഉദഞ്ചദ്രോമാഞ്ച എന്നാണ്. ആ ബ്രഹ്മസ്വരൂപം ആ നമ്മുടെ ഹൃദയത്തിൽ ശോഭിച്ചാൽ എന്താണ് സംഭവിക്കുക? ഗുരുവായൂരപ്പ, ഞാൻ ശരീരം മുഴുവൻ രോമാഞ്ചം നിറഞ്ഞവനായി എന്നാണ്. ഉദഞ്ചദ്രോമാഞ്ച എന്ന് പറയുമ്പോൾ ശരീരം മുഴുവനും രോമാഞ്ചം നിറഞ്ഞവനായി. ഗളിത ബഹു ഹർഷാശ്രുനിവഹോ എന്നാണ്. കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീരിങ്ങനെ ഒഴുകുന്നവനായി എന്നാണ്. ഗളിത ബഹു ഹർഷാശ്രുനിവഹ എന്നൊക്കെ പറയുമ്പോൾ ശരീരം മുഴുവൻ രോമാഞ്ചം, കണ്ണുകളിൽ നിന്നും ആനന്ദ അശ്രുക്കൾ ഇങ്ങനെ ഒഴുകുക. ഭക്തിയുടെ ലക്ഷണങ്ങളാണ് അതൊക്കെ. അപ്പോൾ ശരീരം മുഴുവൻ രോമാഞ്ചം നിറഞ്ഞ് കണ്ണുകളിൽ നിന്നും ആനന്ദ അശ്രുക്കൾ അങ്ങനെ ധാരാളമായി ഒഴുകിക്കൊണ്ട് ദുരുപശമ പീഡാ പരിഭവാൻ വിസ്മര്യാസം എന്നാണ്. ദുരുപശമ പീഡാ പരിഭവാൻ വിസ്മര്യാസം, ഒരിക്കലും ശമിക്കാത്ത, ഒരിക്കലും അടങ്ങാത്ത, ഒരിക്കലും തീരാത്ത ദുഃഖങ്ങളെ മറക്കുമാറാകണം ഗുരുവായൂരപ്പ എന്നാണ്. ദുരുപശമ പീഡാ പരിഭവാൻ വിസ്മര്യാസം, ഒരിക്കലും ശമിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും അടങ്ങാത്ത എൻ്റെ ദുഃഖങ്ങളെ മറക്കുമാറാകണം. അപ്പോൾ ഒന്നുകൂടി പറയുമ്പോൾ പ്രഭൂതാധിവ്യാധി പ്രസവചലിതേ മാമകഹൃതി, വർദ്ധിച്ച ആധിവ്യാധികളെ കൊണ്ട് ബലാത്കാരമായി ചലിപ്പിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പ പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപം ഉദിയാത്, അങ്ങയുടെ ആനന്ദസ്വരൂപം അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ബ്രഹ്മസ്വരൂപം ഉദിക്കുമാറാകണേ. അങ്ങനെ സംഭവിച്ചാലോ? ഉദഞ്ചദ്രോമാഞ്ച, ശരീരം മുഴുവനും രോമാഞ്ചം നിറഞ്ഞവനായി, കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീരങ്ങനെ ഒഴുകിക്കൊണ്ട്. ഗളിത ബഹു ഹർഷാശ്രുനിവഹ, ഉദഞ്ചദ്രോമാഞ്ച ഗളിത ബഹു ഹർഷാശ്രുനിവഹ എന്നൊക്കെ പറയുമ്പോൾ ശരീരം മുഴുവൻ രോമാഞ്ചത്തോടു കൂടിയവനായി, കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന ധാരധാരയായി ഒഴുകുന്ന ആനന്ദ കണ്ണീരോട് കൂടിയവനായി. ഗുരുവായൂരപ്പ ദുരുപശമ പീഡാ പരിഭവാൻ വിസ്മര്യാസം, ഒരിക്കലും അടങ്ങാത്ത എൻ്റെ ദുഃഖങ്ങളെ ഞാൻ മറക്കുമാറാകണം. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ചോപി സുഖീനോ ഭവൽ സ്നേഹി സോഹം സുബഹുപരിതപ്യേ ച കിമിദം അകീർത്തിസ്തേ മാ ഭൂദ്വരദ
ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഝടിതി കുരു മാം കംസദമനാ. 9-ാം ശ്ലോകം 3-ാം ദശകം. ഹേ മരുദ്ഗേഹാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വയി പരാഞ്ച അപി സുഖിന എന്ന് പറയണം. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ എന്ന് പറയുമ്പോൾ, ഹേ മരുദ്ഗേഹാധീശ ഗുരുവായൂരപ്പ, ത്വയി പരാഞ്ച അപി സുഖിന, അങ്ങയിൽ ഭക്തിയില്ലാത്ത ആളുകളും സുഖമായി കഴിയുന്നു. ഹേ മരുദ്ഗേഹാധീശ ത്വയി പരാഞ്ച അപി സുഖിന എന്ന് പറയുമ്പോൾ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയിൽ ഭക്തിയില്ലാത്ത ആളുകൾ അവർ വളരെ സുഖമായി കഴിയുന്നു. സുഖിന ഖല്ലു എന്ന് പറയാം. അങ്ങയിൽ ഭക്തിയില്ലാത്ത ആളുകൾ വളരെ സുഖമായിട്ട് കഴിയണം. ഭവത് സ്നേഹി സോഹം, സുബഹു പരിതപ്യേച്ച. ഗുരുവായൂരപ്പ, അങ്ങയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ അങ്ങയിൽ വളരെയധികം ഭക്തിയുള്ള ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നാണ്. അപ്പോൾ ഭവത് സ്നേഹി സോഹം സ അഹം എന്നാണ് പദം മറിക്കുമ്പോൾ. ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേച്ച, അങ്ങയെ ഇത്രയധികം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങയിൽ നല്ല ഭക്തിയുള്ള ഈ ഞാൻ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. കീമിതം, എന്താ ഗുരുവായൂരപ്പ ഇങ്ങനെ? കീമിതം ഇതം കിം, എന്താ ഗുരുവായൂരപ്പ ഇതിങ്ങനെ? എന്തൊരു സ്വാതന്ത്ര്യമാണ് ഭക്തൻ്റെ ഗുരുവായൂരപ്പനോട്. നോക്കി നോക്കൂ, ഇതെന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പ എന്നാണ്. പിന്നെ പറയണു ഭട്ടതിരിപ്പാട്, അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യം ഭഗവാനോട്. ഗുരുവായൂരപ്പ, ഞാനൊരു കാര്യം പറയാം. എന്താണ് പറയണത്? തേ അകീർത്തി മാ ഭൂത് എന്നാണ്. അങ്ങക്ക് ഒരു ചീത്ത പേര് ഉണ്ടാകരുതേ എന്നാണ്. തേ അകീർത്തി മാ ഭൂത്. ഗുരുവായൂരപ്പ, അങ്ങക്ക് ഒരു ചീത്ത പേര് ഉണ്ടാകരുതേ. കാരണം അങ്ങയിൽ ഭക്തിയില്ലാത്തവർ സുഖമായിട്ട് കഴിയണു, അങ്ങയുടെ ഭക്തന്മാർ വളരെ കഷ്ടപ്പെടുന്നു. ഇങ്ങനെയാവുമ്പോൾ അങ്ങയ്ക്ക് അകീർത്തി ഉണ്ടാവും. അതാണ് തേ അകീർത്തി മാ ഭൂത്. ഗുരുവായൂരപ്പ, അങ്ങയ്ക്ക് ഒരു ചീത്ത പേര് ഉണ്ടാകരുതേ. പിന്നൊരു സംബോധനയാണ്, ഹേ കംസദമന, അല്ലയോ കംസനെ നിഗ്രഹിച്ച ഗുരുവായൂരപ്പ എന്നാണ്. ഹേ കംസദമന. അപ്പം അതുകൊണ്ട് അവിടുന്ന് ഒരു കാര്യം ചെയ്യൂ എന്നാണ്. എന്താണ്? ഗതഭാരം പ്രശമയൻ, എൻ്റെ ഈ ദുഃഖങ്ങളെ അല്ലെങ്കിൽ രോഗത്തെയൊക്കെ നശിപ്പിച്ച്
മാം ഭവദ്ഭക്തോത്തംസം കുരു, എന്നെ അവിടുത്തെ പരമഭക്തനാക്കി ചെയ്യണമേ എന്നാണ്. അപ്പോൾ ഹേ കംസദമന, അല്ലയോ കംസനെ നിഗ്രഹിച്ച ഗുരുവായൂരപ്പ, അവിടുത്തേക്ക് ചീത്തപ്പേരുണ്ടാകരുത്. അതുകൊണ്ട് അവിടുന്ന് ഒരു കാര്യം ചെയ്യണം എന്നാണ്. എന്താണ്? ഗതഭാരം പ്രശമയൻ മാം ഭവദ്ഭക്തോത്തംസം കുരു എന്നാണ്. എൻ്റെ ഈ ആധിവ്യാധികളെയൊക്കെ നശിപ്പിക്കുക. ഗതഭാരം പ്രശമയൻ എന്ന് പറയുമ്പോൾ രോഗങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുക, രോഗങ്ങളെയൊക്കെ നശിപ്പിക്കുക, അല്ലെങ്കിൽ രോഗങ്ങളെ ശമിപ്പിക്കുക, എൻ്റെ ദുഃഖങ്ങളെയൊക്കെ ശമിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മാം ഭവദ്ഭക്തോത്തംസം കുരു, എന്നെ അവിടുത്തെ പരമഭക്തനാക്കി ചെയ്യണമേ എന്നാണ്. അപ്പോൾ ഹേ മരുദ്ഗേഹാധീശ, അലയോ ഗുരുവായൂരപ്പ, ത്വയി പരാഞ്ച അപി സുഖിന. ഗുരുവായൂരപ്പ, അങ്ങയിൽ ഭക്തിയില്ലാത്ത ആളുകൾ അവർ സുഖമായി കഴിയണു. ഭവത് സ്നേഹി സോഹം സുബഹുപരിതപ്യേച്ച. അങ്ങയെ ഇത്രയധികം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങയിൽ ഇത്രയധികം ഭക്തിയുള്ള ഈ ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നു. കീമിതം, എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പ ഇതൊക്കെ എന്നാണ്. ഹേ വരദ, അല്ലയോ ഗുരുവായൂരപ്പ, തേ അകീർത്തി മാ ഭൂത്. ഇങ്ങനെ അവിടുത്തെ ഭക്തന്മാർ വിഷമിക്കുക, അവിടുന്ന് ഭക്തിയില്ലാത്ത ആളുകൾ സുഖമായിട്ട് കഴിയുക. ഇങ്ങനെയാവുമ്പോൾ തേ അകീർത്തി മാ ഭൂ, ഗുരുവായൂരപ്പ അങ്ങയ്ക്കൊരു ചീത്ത പേര് ഉണ്ടാകരുതേ. അകീർത്തിസ്തേ മാ ഭൂദ്വരദ എന്നാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഗതഭാരം പ്രശമയൻ മാം ഭവദ്ഭക്തോത്തംസം കുരു, എൻ്റെ രോഗത്തെയൊക്കെ നശിപ്പിക്കുക, എൻ്റെ ദുഃഖങ്ങളെ നശിപ്പിക്കുക. എന്നിട്ട് അങ്ങയുടെ പരമഭക്തനാക്കി ചെയ്യണമേ എന്നാണ്. തേ അകീർത്തി മാ ഭൂത്, അങ്ങയ്ക്ക് ചീത്തപ്പേരുണ്ടാകരുതേ. അപ്പം എന്ത് ചെയ്യണം? ഗതഭാരം പ്രശമയൻ, എൻ്റെ രോഗത്തെയൊക്കെ നശിപ്പിക്കുക, എൻ്റെ ദുഃഖങ്ങളെ നശിപ്പിക്കുക. ഗതഭാരം പ്രശമയൻ എന്നൊക്കെ പറയുമ്പോൾ രോഗത്തെ നശിപ്പിക്കുക. എന്നിട്ട് മാം ഭവദ്ഭക്തോത്തംസം കുരു, എന്നെ അവിടുത്തെ പരമഭക്തനാക്കി ചെയ്യണമേ. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണാ യാവദുദീയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതി നിഷേവാ വിരചയൻ. മൂന്നാമത്തെ ദശകം അവസാനത്തെ ശ്ലോകമാണ്, അതായത് 10ാം ശ്ലോകമാണ് ചൊല്ലിയത്. 9ാം ശ്ലോകത്തിൽ ഝടിതി എന്ന ഒരു വാക്കിൻ്റെ അർത്ഥം പറയാൻ വിട്ടുപോയി. വാക്കിൻ്റെ അർത്ഥം പെട്ടെന്ന് എന്നാണ്. കംസദമന ഗതഭാരം പ്രശമയൻ മാം ഝടിതി ഭവദ്ഭക്തോത്തംസം കുരു എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്.
അതായത് കംസഹന്താവായ ഗുരുവായൂരപ്പ, എൻ്റെ രോഗത്തെ ശമിപ്പിച്ച് എന്നെ പെട്ടെന്ന് തന്നെ അങ്ങയുടെ പരമഭക്തനാക്കി ചെയ്യണേ എന്നാണ്. അപ്പോൾ കംസദമന ഗദഭാരം പ്രശമയൻ മാം ഝടിതി ഭവദ്ഭക്തോത്തംസം കുരു എന്നാണ്. അല്ലയോ കംസഹന്താവായ ഗുരുവായൂരപ്പ, എൻ്റെ രോഗത്തെ നശിപ്പിച്ച് രോഗത്തെ ശമിപ്പിച്ച് എന്നെ പെട്ടെന്ന് തന്നെ അങ്ങയുടെ പരമഭക്തനാക്കി ചെയ്യണമേ, പരമഭക്തനാകാൻ അനുഗ്രഹിക്കണമേ. ഇനി 10ാമത്തെ ശ്ലോകം വിസ്തരിക്കുമ്പോൾ ഭൂയോഭി ഉക്തൈഹി കിം എന്നാണ്. കിമുക്തൈർ ഭൂയോഭി എന്ന് പറയുമ്പോൾ ഭൂയോഭി ഉക്തൈഹി കിം എന്നാണ്. ഇങ്ങനെ കുറേ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം ഗുരുവായൂരപ്പ എന്നാണ്. ഭൂയോഭി ഉക്തൈഹി കിം, ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ഗുരുവായൂരപ്പ? തവ കരുണ യാവതുദിയാത് താവത്. ഇനി അങ്ങയുടെ കാരുണ്യം എപ്പോഴാണോ എന്നിലുണ്ടാകുന്നത് അതുവരെ എന്നാണ്. തവ കരുണ യാവതുദിയാത് താവത് എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ, അങ്ങയുടെ കാരുണ്യം എപ്പോഴാണോ എന്നിലുണ്ടാകുന്നത് അതുവരെ. തവ ഹി കരുണായാവതുദിയാത് എന്നാണ് ശ്ലോകത്തിൽ. അപ്പോൾ തവ കരുണ യാവതുദിയാത് താവത്. ഗുരുവായൂരപ്പ, അങ്ങയുടെ കാരുണ്യം എപ്പോൾ ഉണ്ടാകുന്നുവോ അതുവരെ അഹം പ്രഹിത വിവിധാർത്ഥ പ്രലപിത. ഞാനിനി ഒരു പരാതിയും പറയുന്നില്ല. പ്രഹിത വിവിധാർത്ഥ പ്രലപിത, അങ്ങയുടെ കാരുണ്യം ഉണ്ടാകുന്നത് വരെ ഞാൻ ഈ പരാതി പറച്ചിലൊക്കെ നിർത്തുകയാണ് എന്നാണ്. അതാണ് തവ കരുണ യാവതുദിയാത് താവത്. അങ്ങയുടെ കാരുണ്യം എപ്പോഴാണോ ഉണ്ടാകുന്നത് അതുവരെ അഹം പ്രഹിത വിവിധാർത്ഥ പ്രലപിത, ഇനി യാതൊരു വിധത്തിലുള്ള പരാതികളും പറയാതെ. പ്രഹിത വിവിധാർത്ഥ പ്രലപിത, പരാതികളൊന്നും പറയാതെ. പുരക്ലിപ്തേ പാതേ എന്നാണ്. ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ കുറച്ചൊന്ന് മുമ്പോട്ട് വയ്ക്കപ്പെട്ട പാദത്തിൻ്റെ അടുത്തിരുന്ന് എന്നാണ്. പുരക്ലിപ്തേ പാതേ. ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ കുറച്ചൊന്ന് മുമ്പോട്ട് വയ്ക്കപ്പെട്ട പാദത്തിൻ്റെ അടുത്തിരുന്ന് യഥാശക്തി വ്യക്തം, എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് എന്നാണ്, എൻ്റെ കഴിവിനനുസരിച്ച് വ്യക്തമായി തവ നതി നുതി നിഷേവ വിരചയൻ എന്നാണ്. തവ നതി നുതി നിഷേവ വിരചയൻ എന്ന് പറയുമ്പോൾ അങ്ങയുടെ നതി എന്നൊക്കെ പറഞ്ഞാൽ നമസ്കാരം, നുതി പറയുമ്പോൾ സ്തോത്രം, ഭജനം എന്നൊക്കെയാണ്. നതി നുതി നിഷേവ എന്നൊക്കെ പറയുമ്പോൾ നമസ്കാരം, സ്തോത്രം, ഭജനം എന്നിവയെ ചെയ്തുകൊണ്ട് വിരചയൻ
നതി നുതി നിഷേവ വിരചയൻ എന്ന് പറയുമ്പോൾ നമസ്കാരം, സ്തോത്രം, ഭജനം എന്നിവയെ ചെയ്തുകൊണ്ട് ദിവസാന്വേഷ്യാമി, ദിവസങ്ങൾ കഴിച്ചുകൂട്ടിക്കൊള്ളാം. ദിവസാന്വേഷ്യാമി, ദിവസങ്ങൾ കഴിച്ചുകൂട്ടിക്കൊള്ളാം. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ ഭൂയോഭി ഉക്തൈഹി കിം. ഗുരുവായൂരപ്പ, അധികം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇങ്ങനെ കുറേ പരാതി പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം എന്നാണ്. ഹേ ദേവ വരദ എന്നൊക്കെ സംബോധന. അല്ലയോ പ്രകാശസ്വരൂപിയായ വരദാതാവായ ഗുരുവായൂരപ്പ, തവ കരുണ യാവത് ഉദിയാത് താവത്. അങ്ങയുടെ കാരുണ്യം എപ്പോഴാണോ ഉണ്ടാകുന്നത് അതുവരെ അഹം പ്രഹിത വിവിധാർത്ഥ പ്രലപിത, ഞാൻ ഇനി യാതൊരു വിധത്തിലുള്ള പരാതികളും പറയാതെ പുരക്ലിപ്തേ പാദേ. ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ കുറച്ചൊന്ന് മുമ്പോട്ട് വയ്ക്കപ്പെട്ട പാദത്തിൻ്റെ അടുത്തിരുന്ന് യഥാശക്തി വ്യക്തം, എൻ്റെ ശക്തിക്കനുസരിച്ച്, എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് വളരെ വ്യക്തമായി അങ്ങയുടെ നമസ്കാരം, സ്തോത്രം, ഭജനം എന്നിവയെ ചെയ്തുകൊണ്ട് എന്നാണ്. നതി നുതി നിഷേവ, നമസ്കാരം, സ്തോത്രം, ഭജനം എന്നിവയെ ചെയ്തുകൊണ്ട് ദിവസാന്വേഷ്യാമി, ദിവസങ്ങളെ കഴിച്ചുകൂട്ടിക്കൊള്ളാം. അപ്പോൾ ഇങ്ങനെ കുറേ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം ഗുരുവായൂരപ്പ? അങ്ങയുടെ കാരുണ്യം ഉണ്ടാകുന്നത് വരെ ഇനി ഞാൻ യാതൊരു വിധത്തിലുള്ള പരാതിയും പറയാതെ അങ്ങയുടെ ആ കുറച്ചൊന്ന് മുമ്പോട്ട് വയ്ക്കപ്പെട്ട പാദത്തിൻ്റെ അടുത്തിരുന്ന് എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് വളരെ വ്യക്തമായി നമസ്കാരം, സ്തോത്രം, ഭജനം എന്നിവയെ ചെയ്തുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിക്കൊള്ളാം ഗുരുവായൂരപ്പ.